നമ്മളെ നാട്ടിൽ ചെല്ലുന്ന മാതിരി ദിക്റും ബൈത്തൊന്നും ഇവിടെ ഇല്ല. ഇതേ കാരണം ഈ നാട് ശരിയില്ലാത്തോണ്ട് നാട്ടുകാർ ശരി. ഇവിടുന്നാണ് ദീൻ അങ്ങോട്ടേക്ക് പോയത്, നാട്ടിൽ നിന്ന് ദീൻ ഇങ്ങോട്ടേക്ക് വന്നതല്ല. പലപ്പോഴും ആളുകൾ വെച്ചെന്നറിയാം നമ്മളെ നാട്ടിൽ നിന്ന് ദീൻ ഇങ്ങോട്ടേക്ക് വന്നത് അല്ല. ദീനിന്റെ ഹെഡ് ഓഫീസ്, ദീനിന്റെ മർക്കസ് ഇതാണ്. ഇവിടുന്നാണ് ദീൻ അങ്ങോട്ടേക്ക് പോയത്. അതെന്തുകൊണ്ട് നേതാക്കന്മാരും പണ്ട് കാലത്ത് കാണിച്ചിട്ടില്ല. അതൊക്കെ പിൽക്കാലത്ത് കുറെ ആളുകൾ അവരുടെ ലാഭത്തിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. നമ്മൾ പറയുന്നു ബദരീങ്ങൾ സഹാബികളുടെ കൂട്ടത്തിലെ പ്രഗത്ഭരാണ്, ശ്രേഷ്ഠരാണ്, സ്വർഗത്തിൽ അവർക്ക് സീറ്റുണ്ട് എന്ന് ഖുർആനിൽ അല്ലാഹു ആയത്തിറക്കിയതാണ്. സ്വർഗത്തിലെ പാറിക്കളിക്കുന്ന കിളികളാണ് ബദരീങ്ങൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. ബദരീങ്ങളുടെ ബാക്കിയുള്ള ആളുകൾ, മരിച്ചവർ ബാക്കിയുള്ള ആളുകൾ, എത്രയോ കൊല്ലം ജീവിച്ച ബദരീങ്ങളൊക്കെ ഉണ്ട്, ബദർ യുദ്ധത്തിൽ പങ്കെടുത്തവർ. അവർ ജീവിതകാലത്ത് തെറ്റ് ചെയ്താൽ പോലും അള്ളാഹു ശിക്ഷിക്കില്ല എന്ന് അള്ളാഹു അവർക്ക് ഓഫർ കൊടുത്തിട്ടുണ്ട്, ബദറിൽ പങ്കെടുത്തത് കൊണ്ട് മാത്രം. ഇങ്ങനെ എന്തെങ്കിലും ഒരു തെറ്റ് മനുഷ്യനെന്ന നിലക്ക് അവരെ ശിഷ്ടകാലത്ത് സംഭവിച്ചാൽ പോലും അള്ളാഹു എന്താക്കൂല, ശിക്ഷിക്കൂല. കാരണം അയാള് ബദറിൽ പങ്കെടുത്തിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു രാജ്യം ഭരിക്കുമ്പോൾ ഒരു തെറ്റിൽ പിടിക്കപ്പെട്ട് കുറ്റവാളിയായി ബദറിൽ പങ്കെടുത്ത ഒരാളെ കൊണ്ടുവന്നു, ഉമർ ശിക്ഷിച്ചിട്ടില്ല. കാരണം അള്ളാന്റെ ഓർഡർ ഉണ്ട്, അവർക്ക് അത് അള്ളാഹു മാപ്പാക്കിയിട്ടുണ്ട്. അത്ര ശ്രേഷ്ഠരാണ് ബദരീങ്ങൾ. നമുക്കവരോട് മഹബത്തുണ്ട്. അവരോട് മഹബത്തുള്ളത് കൊണ്ടാണ് ഈ മണ്ണിലേക്ക് വന്നത്. ആ മഹബത്ത് അവരെ സ്നേഹിച്ചും അവർ കാട്ടിത്തന്ന മാർഗത്തിലൂടെ സഞ്ചരിച്ചും നമ്മളത് കാണിച്ചു കൊടുക്കും. അവർക്ക് പരിചയമില്ലാത്ത ഒരു ഏർപ്പാടും നമ്മൾ എന്ത് ചെയ്യില്ല. അവര് ഏറ്റവും വലിയ സ്നേഹം തരോ അവരിവിടെ കാത്തു സൂക്ഷിച്ച് അവരിവിടെ കുഴിച്ചു മൂടിയ ഒരു ആദർശമുണ്ട്. ആ ആദർശത്തിന്റെ കൂടെയാണ് നമ്മള്. എന്താ ഇവിടുന്ന് റസൂലുള്ള കൈയുയർത്തി വിളിച്ചില്ല ആ സങ്കടത്തിന്റെ സമയത്ത്, അല്ലാ അങ്ങനെ വിളിക്കാൻ പഠിപ്പിച്ചവരാണ് ബദരീങ്ങൾ. ഇനി നമ്മളെ നാട്ടിലെ ആൾക്കാരെന്തരോ ബദരീങ്ങളെ എന്നെ വിളിച്ചോണ്ടിരിക്കുകയാണ്. ഒന്ന് വൈദ്യുതി വീഴുമ്പോ കിയാ ബദരീങ്ങളെ വിളിക്കുന്ന ആളുകൾ നമ്മളെ നാട്ടിൽ എത്രയോ ആൾക്കാരുണ്ട്, എത്രയോ ആളുകൾ. ഹറമിന്റെ അടുക്കൽ ഹജറുൽ അസ്വദ് മുത്താൻ പോകുമ്പോ ഒന്നിങ്ങനെ മരിച്ചു ഇന്ന് അപ്പം വിളിക്കുന്ന ബദരീങ്ങളെ, അപ്പം വിളിക്കുന്ന മൊഹീദ്ദീൻ ശേഖാണ്. കാബാലയത്തിന്റെ മുറ്റത്ത്, തൗഹീദിന്റെ പടക്കോട്ടയുടെ മുറ്റത്ത് ശിർക്കിന്റെ ചേർന്ന് നിറഞ്ഞ വിളി വിളിക്കുന്ന ആളുകൾ ഇപ്പോഴും മനുഷ്യന്മാരെ കൂട്ടത്തിലുണ്ട്. അവരോടൊക്കെ നമുക്ക് ഒന്നേ പറയാനുള്ളൂ, മഹബത്ത് സ്വർഗത്തിൽ ഇവർ അയൽവാസിയായി കിട്ടണ ഇവർ കാട്ടിത്തന്ന ആദർശത്തിന്റെ കൂടെ നിൽക്കണം. അതേത് ആദർശം? പ്രതിസന്ധി വരുമ്പോ ആകാശത്തേക്ക് കൈ ഉയർത്തുന്ന ആദർശം. അതാണ് സഹാബത്തിന്റെ ബദരീങ്ങൾ ആദർശം. ബദരീങ്ങളുടെ നേതാവ് ഈ മണ്ണിൽ കാണിച്ചു തന്നതും അവർക്ക് വിജയം കിട്ടിയതും ആ ആദർശത്തിന്റെ പേരിലാണ്. അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാൻ അള്ളാഹു നമുക്ക് നല്ല തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബദറിൽ ചെന്ന് മഹാന്മാരാകുന്ന ബദരീങ്ങളുടെ സാന്നിധ്യത്തിൽ ഒരുപാട് വിടുവായിത്തങ്ങളും ജഹാലത്തും ഇയാൾ വിളിച്ചു പറഞ്ഞെങ്കിലും അവസാനം നടത്തിയ ദുആക്ക് നമുക്കും ആമീൻ പറയാം. അള്ളാഹു കാര്യങ്ങളൊക്കെ വേണ്ടതുപോലെ മനസ്സിലാക്കാൻ നമുക്കെല്ലാം തൗഫീഖ് നൽകട്ടെ, ആമീൻ. അതോടൊപ്പം ഹൃദയത്തിന് ബാധിക്കുന്ന അന്ധതയിൽ നിന്നും അള്ളാഹു നമ്മളെല്ലാവരെയും രക്ഷപ്പെടുത്തുകയും ചെയ്യട്ടെ, ആമീൻ. ഇയാൾ പറയാണ് ബദരീങ്ങളുടെ ആദർശമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. ശരിയാണ്. പക്ഷെ എന്താണ് ബദരീങ്ങളുടെ ആദർശം? ഇയാൾ പറഞ്ഞതാണോ? അല്ല. അള്ളാഹുവിൻ്റെ മഹാത്മാക്കളിലൂടെ അള്ളാഹിൻ്റെ സഹായം നമുക്ക് ലഭിക്കുമെന്ന വിശ്വാസം, അഥവാ പടച്ചറബ് നമുക്ക് തരേണ്ട കാര്യം മഹാത്മാക്കളുടെ ഷഫായത്തിലൂടെ കിട്ടുമെന്ന വിശ്വാസം ഷിർക്കാകുന്നു എന്നുള്ള വാദം ലോകത്താദ്യമായി പറഞ്ഞത് ഹിജ്റയുടെ 728 മരണപ്പെട്ട ഇബ്നു തൈമിയ്യയാണ്. അദ്ദേഹത്തിന് മുമ്പ് കഴിഞ്ഞുപോയ 700 കൊല്ലങ്ങളിൽ അഹ്ലുസുന്നയുടെ ഒരൊറ്റ ഇമാമും ഇങ്ങനൊരു വാദം ലോകത്ത് പറഞ്ഞതായി കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ബദരീങ്ങളുടേതായി ഇദ്ദേഹം പറയുന്ന ആദർശം ഇബ്നു തൈമിയ്യൻ ആദർശമാണ്, വഹാബിസമാണ്. ഇസ്ലാമുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല. ഞാൻ വെറുതെ പറയല്ല. സഹാബത്തിൻ്റെ വിശ്വാസം എന്തായിരുന്നു എന്ന് നമുക്ക് പരിശോധിക്കാം. മഹാനായ ഉഖ്ബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു, ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ കാലത്ത് നടന്ന ഡമാസ്കസ് വിജയം, ഫുതൂഹ് ഷാം വിജയങ്ങളിൽ സംബന്ധിച്ച മഹാന. ഡമാസ്കസ് വിജയമുണ്ടായപ്പോൾ ആ വിവരം ഉമറുൽ ഫാറൂഖ് തങ്ങളെ അറിയിക്കാൻ വേണ്ടി അദ്ദേഹം പെട്ടെന്ന് തന്നെ മദീനയിലേക്ക് പുറപ്പെട്ടു. വശഹിദ ഫുതൂഹ് ഷാം വഹുവ കാനൽ ബരീദ ഇലാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ബിഫത്ഹി ദിമിഷ്ക. ഉമറുൽ ഫാറൂഖ് തങ്ങളിലേക്ക് ഡമാസ്കസ് വിജയം അറിയിക്കാനുള്ള ദൂതരായിട്ട് അദ്ദേഹം മദീനയിലേക്ക് വന്നു. വവസലൽ മദീനത ഫീ 7 അയ്യാം. ഡമാസ്കസിൽ നിന്നും മദീനയിലെത്താൻ 7 ദിവസങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി വന്നു. എന്നാലോ വറജഅ മിൻഹാ ഇല ശാമി ഫീ യൗമൈൻ. തിരിച്ച് 7 ദിവസം കൊണ്ട് മടങ്ങിയെത്താൻ പറ്റൂല, അവിടെ തിരക്കിട്ട് ചെല്ലേണ്ടതുണ്ട്. അതിനുവേണ്ടി അദ്ദേഹം ഒരേർപ്പാട് ചെയ്തു. ആ കാരണം കൊണ്ട് തിരിച്ചു 2 ദിവസം കൊണ്ട് അദ്ദേഹത്തിന് ഷാമിലെത്താൻ സാധിച്ചു.
ഇങ്ങോട്ട് വരുമ്പോൾ 7 ദിവസം താണ്ടി വന്ന ദൂരമുള്ള വൈദൂരം 2 ദിവസം കൊണ്ട് താണ്ടിയെത്തും വിധം ചുരുട്ടി കിട്ടിയ അദ്ദേഹത്തിന് എങ്ങനെ കിട്ടിയതാണത്? ونصف بدعائه عند قبر رسول الله صلى الله عليه وسلم وتشفعه به في تقريب طريقه. അദ്ദേഹം വഴി ചുരുക്കി കിട്ടാൻ ചെയ്ത പണി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ഷരീഫിൽ ചെന്നിട്ട് ദുആ ചെയ്തു, അല്ലാഹുവേ അങ്ങോട്ട് പോകുമ്പോൾ എനിക്ക് ഇത്രയും ദൂരം സഞ്ചരിക്കാൻ പറ്റില്ല, ദിവസം കുറഞ്ഞു കിട്ടണം, നബി തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് അത് നീ സാധിപ്പിച്ചു തരണേ റബ്ബേ എന്ന് മുത്തുനബിയുടെ സാന്നിധ്യത്തിൽ അവിടുത്തെ ഖബർ ഷരീഫിൽ വെച്ച് ദുആ ചെയ്തു. തീർന്നില്ല, വതശഫഉഹി ബിഹി ഫീ തഖരീബി തരീഖിഹി, അല്ലാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്ത് വഴി ചുരുക്കി കിട്ടാൻ അദ്ദേഹം തേടുകയും ചെയ്തു. ഇക്കാരണം കൊണ്ടാണ് കിട്ടിയത് എന്ന് ആരാ പറഞ്ഞത്? ചെറിയ മഹാനൊന്നുമല്ല, മഹാനായ ഇമാമുൻ നബവി റഹിമഹുല്ലാഹ് തഹ്ദീബുൽ അസ്മാഇ വൽ ലുഗാത്തിൽ രേഖപ്പെടുത്തിയതാ. ഇബ്നു തീബിയുടെ മുമ്പ് കഴിഞ്ഞുപോയ മഹാനാണ്, ലോകം ആദരിക്കുന്ന മഹാനാ. സഹാബത്തിന്റെ വിശ്വാസമാണിത്. എത്രയും ഉദാഹരണങ്ങൾ നമുക്ക് പറയാം. മഹാനായ ഉസാമത്ത് ബിൻ സൈദ് ബിൻ ഹാരിസത്ത് റളിയല്ലാഹു അൻഹു അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ ഖബർ ഷരീഫിൽ നിസ്കരിക്കുകയാണ്. അബൈദുല്ലാഹി ഇബ്നു അബ്ദുല്ലാഹ് എന്ന് പറയുന്ന മഹാൻ പറയുന്നു, റഅയ്തു ഉസാമത്ത് ബിൻ സൈദ് യുസല്ലി ഇൻദ ഖബ്രി റസൂലില്ലാഹി, അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിന്റെ അരികിൽ വെച്ച് മഹാൻ നിസ്കരിക്കുന്നു. ആ സമയത്ത് ഫഖറജ മർവാൻ ഇബ്നുൽ ഹകം, അന്നത്തെ അക്രമിയായ ഭരണാധികാരി മർവാൻ ഇബ്നുൽ ഹകം കടന്നു വന്നു. ഫഖാല തുസല്ലി ഇലാ ഖബ്രി, ഞാൻ ചോദിക്കുക മുത്തുനബിയുടെ ഖബറിലേക്കാണോ നീ നിസ്കരിക്കുന്നത് എന്ന് ചോദിച്ചു. ഇന്നും വഹാബി ചോദിക്കുന്ന അതേ ചോദ്യം. ഇത് പഠിപ്പിച്ചു കൊടുത്തത് മർവാൻ ഇബ്നുൽ ഹക്കമാണ്. ഫഖാല, അപ്പോൾ അതിനുള്ള മറുപടിയായി ഉസാമത്ത് ബിൻ സൈദ് തങ്ങൾ പറഞ്ഞത് എന്താ? ഞാൻ ഖബറിലേക്കല്ല നിസ്കരിക്കുന്നത് എന്നല്ല. കാരണം അത് പറയേണ്ട ആവശ്യമില്ല, ഏത് തെരുമൂക്കുള്ളവനും അറിയാം ഖബറിലേക്ക് നിസ്കരിക്കൂല, മറിച്ച് ബർക്കത്തിന് വേണ്ടി അതിൻ്റെ തൊട്ടടുത്ത് നിസ്കരിക്കുകയേ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ അവിടെ അടുത്തുള്ള പള്ളിയിൽ നിസ്കരിക്കുകയേ ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ മഹാനർ ആ കുരുട്ട് ചോദ്യത്തിന് മറുനിലക്കുള്ള മറുപടിയാണ് പറയുന്നത്. ഇന്നി ഒഹിബ്ബുഹു, നിശ്ചയം ഞാൻ മുത്തുനബിയെ സ്നേഹിക്കുന്നടോ. ആ സ്നേഹത്തിൻ്റെ അടയാളമാണോ ഇത്? നമ്മളും മഹാത്മാക്കളുടെ ഖബറിങ്കൽ ചെന്നാൽ അവിടെയുള്ള പള്ളിയിൽ കരിക്കൽ, അവിടെ സിയാറത്തിന് പോകലൊക്കെ അവരെ സ്നേഹിച്ചുകൊണ്ടാണ്. ഇതേ മറുപടിയാണ് സ്വഹാബി വര്യനായ ഉസാമത്ത് ബിൻ സൈദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ഇത് കേട്ടപ്പോൾ മർവാനിന് ദേഷ്യം പിടിച്ചു, വഹാബികൾക്ക് ദേഷ്യം പിടിക്കും പോലെ. ഫഖാല ലഹു ഖൗലൻ ഖബീഹ, വളരെ മോശമായ ചില ചീത്തവാക്കുകൾ പറഞ്ഞിട്ട് തുമ്മ അത് പറ അദ്ദേഹം പിന്തിരിഞ്ഞു. ഫൻസറഫ ഉസാമത്തു, ഉസാമത്ത് എന്നവനോട് എഴുന്നേറ്റു. ഫഖാല, അയാൾ പറയുന്നു, യാ മർവാൻ, അങ്ങനെ നീ പോയാൽ പറ്റൂലോ. ഓ മർവാനെ, ഇന്നക ആദൈതനി, എന്നെ നീ വല്ലാതെ ബുദ്ധിമുട്ടാക്കി. വഇന്നി സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു, അല്ലാഹുവിന്റെ റസൂൽ ഞാൻ പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്നല്ലാഹ യുബ്ഗിദുൽ ഫാഹിഷൽ മുതഫഹിഷ്, മോശം വാക്കുകൾ പറയുന്ന, ചീത്ത വാക്ക് പറയുന്ന വൃത്തികെട്ടവരെ അള്ളാഹു അവരോട് അള്ളാഹ് കോപിക്കുമെന്ന് മുത്തുനബി പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. വഇന്നക ഫാഹിഷുൻ മുതഫഹിഷുൻ, നല്ല പണി ചെയ്യുന്നവർക്ക് നേരെ മോശമായ വാക്കുകൾ പറയുന്ന നീ വളരെ വൃത്തികെട്ട മനുഷ്യനാണ് എന്ന് ബഹുമാനപ്പെട്ട ഉസാമത്ത് ബിൻ സൈദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഹാഫിദ് ഇബ്നു ഹിബ്ബാൻ തങ്ങൾ തന്റെ സഹീഹിൽ രേഖപ്പെടുത്തിയതാണ്. ഇബ്നു ഹിബ്ബാൻ തങ്ങൾ ആരാ? ഹിജ്റയുടെ 354 മരണപ്പെട്ട മഹാനാണ്. അവർക്കാർക്കും ഇത് പഴച്ച വിശ്വാസമാണെന്നറിയില്ല, സഹാബത്തിനറിയില്ല. സഹാബത്തിന്റെ ചരിത്രം എത്രയും പറയാനുണ്ട്. ബഹുമാനപ്പെട്ട അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു ഇതേപോലെ തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ഷരീഫിങ്കൽ അവിടുത്തെ മുഖം ചേർത്ത് വെച്ച്, അവിടുത്തെ മണ്ണിൽ മുഖം ചേർത്ത് വെച്ച് കിടക്കുന്നത് കണ്ടപ്പോൾ മർവാൻ ഇബ്നുൽ ഹക്കം ഇതേപോലെ വന്ന് ആക്ഷേപിച്ചത് ഹദീസിന്റെ കിതാബുകളിലുണ്ട്. സഹാബത്ത് ഇതൊക്കെ ചെയ്യുന്നത് തബറുക്കിന് വേണ്ടിയിട്ടാണ്. സഹാബത്ത് പഠിപ്പിച്ച വിശ്വാസമാണ്, മഹാത്മാക്കൾ പഠിപ്പിച്ച വിശ്വാസമാണ്. മഹാത്മാക്കളെല്ലാം മഹാന്മാരുടെ ഖബറിങ്കൽ ചെന്നിട്ടുണ്ട്, അവിടെ വെച്ച് ദുആ ചെയ്താൽ അല്ലാഹു ഉത്തരം നൽകുമെന്ന് വിശ്വസിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ തങ്ങൾ പറഞ്ഞില്ലേ, ഇന്നി ലാ തബറകു ബി അബി ഹനീഫത, അബൂ ഹനീഫ ഇമാം തങ്ങളുടെ ഖബർ, അബൂ ഹനീഫ ഇമാമിനെ കൊണ്ട് ഞാൻ ബർക്കത്തെടുക്കാറുണ്ട്. എങ്ങനെയാണ് ബർക്കത്തെടുക്കുന്നത്? മഹാനർ പറയുന്നു, വഅജീഉ ഇലാ ഖബ്രിഹി ഫീ കുല്ലി യൗമിൻ, എല്ലാ ദിവസവും ഞാൻ ബഗ്ദാദിലുള്ള കാലത്ത് അബൂ ഹനീഫ ഇമാമിന്റെ ഖബറിങ്കലേക്ക് ഞാൻ ചെല്ലും. ഫഇദാ അറദത് ലി ഹാജത്തുൻ സല്ലൈതു റക്അതൈൻ, എനിക്ക് വല്ല വിഷമം നേരിട്ടാൽ ഞാൻ അവിടെ വെച്ച് 2 റക്അത്ത് നിസ്കരിക്കും. വജീഅതു ഇലാ ഖബ്രിഹി, എന്നിട്ട് ഖബർ ശരീ അവിടുത്തെ ഖബറിങ്കലേക്ക് ഞാൻ ചെല്ലും. വസഅൽതുല്ലാഹ തആല അൽ ഹാജത ഇൻദഹു, അബൂ ഹനീഫ ഇമാമിന്റെ ഖബർ ശരീഫിൽ നിന്നിട്ട് ഞാൻ അല്ലാഹുവിനോട് എൻ്റെ ആവശ്യം തേടി ദുആ ചെയ്യും. അങ്ങനെ ആയാൽ അധികം താമസിയാതെ എൻ്റെ കാര്യം സാധിച്ചു കിട്ടാറുണ്ടെന്ന് ഇമാം ഷാഫിഈ തങ്ങൾ പറഞ്ഞത് ഖത്തീബുൽ ബഗ്ദാദി തങ്ങൾ താരിഖ് ബഗ്ദാദിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹിജ്റയുടെ 463 വഫാത്തായ മഹാന, ഇബ്നു തൈമിയയുടെ മുമ്പേ കഴിഞ്ഞു പോയവരാ. നേരത്തെ ഞാൻ ഉദ്ധരിച്ച ഹാഫിദ് ഇബ്നു ഹിബ്ബാൻ തങ്ങൾ, ഇവർക്കൊന്നും തൗഹീദ് തിരിഞ്ഞില്ല, ഒരു മൂക്കത്തായിട്ടുള്ള ഒരൊറ്റ വഹാബിക്കും പറയാൻ കഴിയുമോ? കഴിയില്ലല്ലോ.
ഹാഫിദ് ഇബ്നു ഹിബ്ബാൻ തങ്ങൾ സ്വന്തം അനുഭവം കിതാബ് സിഖാത്തിൽ വിവരിച്ചിട്ടുണ്ട്. ഞാൻ തൂസിൽ താമസിക്കുന്ന കാലത്ത് അലി മൂസ റളിയല്ലാഹു അഹ്ലു ബൈത്തിലെ ഉന്നത മഹാൻ ബഹുമാനപ്പെട്ടവരുടെ ഖബർ എവിടെയാണല്ലോ, ഞാൻ പല പ്രാവശ്യവും അവിടെ ഞാൻ സിയാറത്തിന് പോയിട്ടുണ്ട്. എങ്ങനെയാ സിയാറത്തിന് പോയത്? ഖദ് സുർതുഹു മിറാറൻ കസീറ, പല പ്രാവശ്യം സിയാറത്ത് ചെയ്തിട്ടുണ്ട്. വമാ ഹല്ലത് ബി ശിദ്ദത്തുൻ ഫീ വഖ്തി മഖാമി ബിതൂസ്, ഞാൻ തൂസിൽ താമസിക്കുന്ന കാലത്ത് എനിക്ക് വല്ല പ്രയാസവും നേരിട്ടാൽ ഫസുർതു ഖബ്ർ അലി ഇബ്നു മൂസ റളിയല്ലാഹു അലി മൂസ റളിയല്ലാഹു തങ്ങളുടെ ഖബർ ഞാൻ സിയാറത്ത് ചെയ്യും. സ്വല്ലല്ലാഹു അലാ ജദ്ദിഹി വഅലൈഹി വദഅവതുല്ലാഹ ഇസാലതഹാ അന്നി, അവിടെ വെച്ച് ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യും, എൻ്റെ പ്രയാസം മാറ്റി തരണേ റബ്ബേ. അങ്ങനെ ഞാൻ ദുആ ചെയ്താൽ ഇല്ലസ്തുജീബ ലി, എനിക്ക് ഉത്തരം കിട്ടാതെ ഒരിക്കൽ പോലും ഉണ്ടായിട്ടില്ല. എല്ലാ സമയവും എനിക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ട്. വസാലത അന്നി തിൽക ശിദ്ദ, ആ വിഷമം എനിക്ക് മാറി കിട്ടുകയും ചെയ്തിട്ടുണ്ട്. വഹാദ ശൈഉ ജറബ്തുഹു മിറാറ, ഇത് ഒരിക്കലുണ്ടായതല്ല, പല പ്രാവശ്യം ഞാൻ പരിശീലിച്ചും പരിശോധിച്ചും എനിക്ക് ബോധ്യപ്പെട്ടതാണ്. ഫവജത്തുഹു കദാലിക്, ഇങ്ങനെ എനിക്ക് പല പ്രാവശ്യം അനുഭവപ്പെട്ടിട്ടുണ്ട്. അമാതനല്ലാഹു അലാ മഹബ്ബത്തിൽ മുസ്തഫ വഅഹ്ലി ബൈത്തിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലൈഹിം അജ്മഈൻ, മുത്തുനബിയുടെയും അവിടുത്തെ അഹ്ലി ബൈത്തിന്റെ മേലുള്ള സ്നേഹത്തിലായി, ഇതേ ആദർശത്തിലായി അള്ളാഹു നമ്മളെ മരിപ്പിക്കട്ടെ, ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ടവർ ഈ സംഭവം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. ഇങ്ങനെ നോക്കിയാൽ നൂറുകണക്കിന് സ്വഹാബത്തിന്റെയും പിൻകാലക്കാരായ മഹാത്മാക്കളുടെയും സംഭവങ്ങൾ ചരിത്രങ്ങളിലും ഹദീസിന്റെ കിതാബുകളിലും ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. നവവി ഇമാം തങ്ങൾക്ക് പോലും തിരിയാത്തൊരു തൗഹീദ്, ഉഖബത്ത് ഇബ്നു ആമിർ തങ്ങൾക്ക് തിരിയാത്ത തൗഹീദ്, അങ്ങനെ ഒരു ആദർശമാണോ ബദരീങ്ങളുടെ പേരിൽ സഹാബത്തിന്റെ പേരിൽ ഇവർ പറയുന്നത്? അത് തീർത്തും ഇബ്നു തൈമിയുടെ ആദർശമാണ്, വഹാബിസമാണ്, ഇസ്ലാമായിട്ടൊരു ബന്ധവുമില്ല, സ്വന്തം പടച്ചുണ്ടാക്കിയ തൗഹീദ. അതുകൊണ്ടാണ് തൗഹീദിൽ തന്നെ പല വിഭാഗങ്ങളും ആകേണ്ട ഗതികേട് ഇവർക്ക് വന്നത്. ഇവർ പറയുന്ന തൗഹീദിൽ ഏത് തൗഹീദാണ് ശരി? തൗഹീദ് തെറ്റിയാൽ നരകത്തിലാണെന്നുള്ളതിൽ ഇവർക്കും നമുക്കും ആർക്കും തർക്കമില്ലല്ലോ. ഷിർക്കിലായാൽ നരകത്തിലാ കാലകാലം, ഒരു സംശയമില്ല. പക്ഷെ ഏതാ ഷിർക്ക്, ഏതാ തൗഹീദ് ഇവർക്ക് പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഒരു കൂട്ടർ പറയുന്നത് മറ്റേ കൂട്ടർക്ക് ഷിർക്കല്ലേ, അവർ പറയുന്നത് ഇവർക്കും ഷിർക്കല്ലേ. എന്ത് വിശ്വസിച്ചിട്ടാണ് സാധാരണക്കാർ ഇവരെ കൂടെ പോകുന്നത്? പാവപ്പെട്ട വിവരമില്ലാത്ത ആളുകളെ കൊണ്ടുപോയി ഇജ്ജാതി തോന്നിവാസം പറഞ്ഞിട്ട് കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞുപോയ മോമിനിങ്ങളുടെ മേലൊക്കെയും ദുർവിചാരം വരും വിധം അവരൊക്കെ ഷിർക്കിലാണെന്ന് വിശ്വസിപ്പിച്ച് ഇവർ ഉംറക്ക് കൊണ്ടുപോയിട്ടെന്തേ, ഹജ്ജിന് കൊണ്ടുപോയിട്ടെന്തേ? ഇബ്ലീസിന്റെ പണിഭാരം ഇവരെ കൊണ്ട് കുറഞ്ഞു എന്നല്ലാതെ, ജനങ്ങളുടെ ഈമാൻ തെറ്റി എന്നല്ലാതെ ഇവർക്ക് തൗഹീദ് ഉറപ്പിച്ച് പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ? ജനങ്ങളെ പറ്റിക്കല്ലേ ചെയ്യുന്നത്? ഏത് തൗഹീദാണ് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന തൗഹീദ്? ആർക്ക് തീർത്ത് പറയാൻ കഴിഞ്ഞിട്ടുണ്ട്? ഒരു കൂട്ടർക്ക് ഷിർക്കായ തൗഹീദായത്, മറ്റേ കൂട്ടർക്ക് ഷിർക്കല്ലേ കൂട്ടരെ, എന്ത് വിശ്വസിച്ചിട്ടാ ഇവരെ പിന്നാലെ നിങ്ങൾ പോകുന്നത് എന്ന് പാവപ്പെട്ട ജനങ്ങളോട് ചോദിച്ചുകൊണ്ട് അള്ളാഹു ഇവരുടെ ഷറിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് തൽക്കാലം വിരാമം ഇടുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.